കൊച്ചിയിൽ തുരുമ്പ് പിടിച്ച സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്തതിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. ഒരേ കെട്ടിടത്തിലെ 2 കുടുംബങ്ങൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. കടവന്ത്ര സ്വദേശി മനോജിന്റെ വീട്ടിലാണ് സംഭവമുണ്ടായത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സിലിണ്ടറാണ് കുടുംബം ഉപയോഗിക്കുന്നത്. 2027 വരെ കിട്ടിയോ? 2027 ഡിസംബർ വരെയുള്ളതാണ്. മനോജും കുടുംബവും വിനോദയാത്രയ്ക്കായി പോയ സമയത്താണ് സിലിണ്ടറിൽ ലീക്ക് ഉണ്ടായത്. ഗ്യാസ് ഒഴുകിപ്പരന്ന് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ മനോജും കുടുംബവും തിരിച്ചെത്തിയപ്പോഴാണ് ഇവരുടെ വീട്ടിൽ നിന്നാണ് ഗ്യാസ് പുറത്തേക്ക് വരുന്നതെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ മനോജ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഞങ്ങൾ ശനിയാഴ്ച രാവിലെയാണ് ഈ ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യുന്നത്. അതിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങളിതൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര പോകുമായിരുന്നു. അത് തിരിച്ചു വന്ന ഞായറാഴ്ച രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നത്. ഡോറ് തുറക്കുന്നതിന് മുമ്പ് എനിക്ക് സ്മെല്ല് അനുഭവപ്പെട്ടായിരുന്നു. പിന്നെ ഡോറ് തുറന്ന് ഞങ്ങളെല്ലാ വാതിലും ജാലും തുറന്നിട്ടതിന് ശേഷം ലൈറ്റൊന്നും ഓണാക്കിയില്ല. ഞങ്ങൾ ഗ്യാസ് കുറ്റിയുടെ അടുത്തെത്തിയപ്പോൾ താഴെ വെള്ളം പോലെ കണ്ടു, തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ മനസ്സിലായി ഗ്യാസ് ലീക്ക് ചെയ്തെന്ന് മനസ്സിലായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ് ആദ്യം ചെയ്തത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ അവരിവിടെ വന്ന് അവരതെല്ലാം റിമൂവ് ഗ്യാസ് കുറ്റി എടുത്ത് പുറത്തുകൊണ്ട് വെച്ച് എല്ലാം കാണിച്ചു തന്നു. ഗ്യാസിൻ്റെ കുറ്റിയുടെ താഴെ വശത്ത് നല്ല ലീക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ സിലിണ്ടർ കണക്ട് ചെയ്ത് ഇവർ ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മനോജിന്റെ കുടുംബം താമസിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള വീട്ടിലേക്കും ഗ്യാസ് ഒഴുകി പരന്നിരുന്നു. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം കിച്ചണിലല്ല നമുക്ക് സ്മെൽ അനുഭവപ്പെടുന്നത്, ഈ ഹാളിലും ബാത്റൂമിലുമാണ്. നല്ല സ്മെല്ലായിരുന്നു. അതായത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ണ് നീറുമായിരുന്നു. ചെറിയൊരു സ്പാർക്ക് മതി ഈ ഫുൾ വീടോടെ പോകാൻ. ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ദുരന്തം അപ്പം പറയാൻ പറ്റത്തില്ല, അത്രത്തോളമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. ഈ കെട്ടിടത്തിന്റെ വളരെ ദൂരത്തേക്ക് ഗ്യാസ് എത്തിയിരുന്നു. നാട്ടുകാരുടെയും നടുക്കം വിട്ടുമാറിയിട്ടില്ല. ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ മോനെ ഓടി വന്ന് മുകളിലേക്ക് നോക്കി 2-3 പ്രാവശ്യം, അമ്മ നമ്മുടെ ഗ്യാസ് ഓപ്പൺ ആണോ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്യാസൊന്നും ഞങ്ങൾ ഓപ്പൺ അല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അതിന് തൊട്ട് മുമ്പ് ഒരു ഫാമിലി വന്നിട്ട് പോയായിരുന്നു. അപ്പോൾ അവർ എന്നെ വിളിച്ച്, അപ്പം തന്നെ ഫോണിൽ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ മോൻ ഗ്യാസിൻ്റെ കാര്യം പറയുന്ന അവർ ഫോണിൽ കൂടി കേട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഞങ്ങൾ അങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ആ വളവ് തിരിയുന്നിടത്ത് നല്ല സ്മെല്ലായിരുന്നു, ഗ്യാസിന് ഭയങ്കര സ്മെല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അടുത്തുള്ള വീടുകളിലൊക്കെ ചോദിച്ചു. പിന്നെ ഇവിടെ വരെ വന്ന് ചോദിക്കാനായിട്ട് തോന്നിയില്ല. ജസ്റ്റ് ഫ്രണ്ടിലുള്ള 2-3 വീട്ടിലൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരാരും ഗ്യാസ് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഫയർഫോഴ്സിൻ്റെ വണ്ടി വരുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴാണ് ഈ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അറിയാം. 2027 വരെ ഗ്യാരണ്ടിയുള്ള സിലിണ്ടറായിരുന്നു തുരുമ്പെടുത്ത നിലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കുടുംബം ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന മറ്റൊരു സിലിണ്ടറിലും 2027 തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പുതിയ സിലിണ്ടറായാണ് കാണപ്പെടുന്നത്. സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് കണക്കാക്കുന്നതിൽ HP കമ്പനിക്ക് പ്രത്യേക മാനദണ്ഡങ്ങളില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുരുമ്പ് തന്നെയാണ് ലീക്കേജിന് കാരണമെന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പരാതിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.